പ്രേമം പൈങ്കിടിയല്ലേ? അത് മൊത്തം ക്ലീശയല്ലേ? അതെ. എന്നിട്ടും ആളുകൾ ഇപ്പോഴും പ്രേമിക്കുന്നില്ലേ? അതെ. അതിന് കാരണം എന്താ? ഉത്തരം സിമ്പിൾ. സംഭവം കളറാണ്. അങ്ങനെ ഒരു കളറുള്ള രസികൻ പടമാണ് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത പ്രേമലു. ന്യൂജൻ പിള്ളേരുടെ ജീവിതവും പ്രേമവും നല്ല കളറായി പറഞ്ഞ് മലയാളികളുടെ മനസ്സിൽ കയറി കൂടിയ ഗിരീഷ് ഷെഡി ഇത്തവണയും പ്രതീക്ഷ തെറ്റിച്ചില്ല. ട്രെയിലറിൽ കണ്ട പോലെ പ്രേമലു അടിമുടി ഒരു പ്രേമപ്പടമാണ്. ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ലോകത്തേക്കാണ് പ്രേമലു കണ്ണു തുറക്കുന്നത്. ആലുവക്കാരനായ സച്ചിൻ സേലത്ത് നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഗേറ്റിന് തയ്യാറെടുക്കാൻ ഹൈദരാബാദിലെത്തുന്നു. കോളേജും സ്കൂളും നാട്ടിലെ ഇട്ടാവട്ടങ്ങളിൽ പൂർത്തിയാക്കിയ റീനു ജീവിതം എക്സ്പ്ലോർ ചെയ്യാനാണ് ഹൈദരാബാദിൽ ജോലി സംഘടിപ്പിച്ച് എത്തുന്നത്. സമാന്തര രേഖയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ടുപേർ കണ്ടുമുട്ടുന്നിടത്താണ് പ്രേമലു ഫുൾ പവറിൽ ടേക്ക് ഓഫ് ആകുന്നത്. നസ്ലിൻ, മമിത, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, ഷമീർ ഖാൻ, അഖില ഭാർഗവൻ എന്നിവരുടെ കിടിലൻ പ്രകടനങ്ങളാണ് പ്രേമലുവിനെ കളറാക്കുന്നത്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷനുകളിൽ ഏതാണ് മികച്ചതെന്ന് പറയുക എളുപ്പമല്ല. എല്ലാ കഥാപാത്രങ്ങൾക്കും കൃത്യമായ വ്യക്തിത്വവും വ്യക്തതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കഥാപാത്രം പോലും മറ്റൊരാളുടെ നിഴലായി തോന്നില്ല. സച്ചിൻ്റെയും റീനുവിൻ്റെയും റൊമാൻസാണ് മുഖ്യ പ്രമേയമെങ്കിലും സംഗീതിൻ്റെ അമൽ ഡേവിസിനോടും അഖിലയുടെ കാർത്തികയോടും ശ്യാം മോഹൻ്റെ ആദിയോടും ഷമീർ ഖാൻ്റെ സുഭിനോടും പ്രേക്ഷകർക്ക് ഇഷ്ടവും അടുപ്പും തോന്നും. തിരക്കഥയുടെ ബ്രില്യൻസിനൊപ്പം അഭിനേതാക്കളുടെ കൃത്യതയാർന്ന പ്രകടനം കൊണ്ടും കൂടിയാണ് അത് സാധ്യമാകുന്നത്. നസ്ലിൻ തൻ്റെ സ്ഥിരം പാറ്റേണിൽ അനായാസമായാണ് സച്ചിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. തണ്ണീർമത്തൻ ദിനങ്ങൾ മുതൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ആ നസ്ലിൻ മാജിക് പ്രേമലുവിലും കാണാം. ചില ഡയലോഗുകൾ നസ്ലിൻ്റെ ശൈലിയിൽ കേൾക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ ചിരിപൊട്ടും. ഓവറാക്കി ചളമാക്കാതെ നസ്ലിൻ മനോഹരമായി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നസ്ലിൻ മമിത കോംബോയും ക്യൂട്ടായി അനുഭവപ്പെടും. സൗഹൃദവും തമാശയും പോലെ തന്നെ ഇമോഷണൽ രംഗങ്ങളും ഇരുവരും ഒരേപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്. ശ്യാം മോഹൻ അവതരിപ്പിച്ച ആദി എന്ന കഥാപാത്രവും മികച്ചതാണ്. എല്ലാ ബന്ധങ്ങളിലും ടോക്സിക്കായി മാത്രം ഇടപെടുന്ന മിസ്റ്റർ പെർഫെക്റ്റായി ശ്യാം മോഹൻ തകർത്തു. ശരീരഭാഷയിലും ഡയലോഗ് ഡെലിവറിയിലും പുഞ്ചിരിയിൽ പോലും ടോക്സിറ്റി വാരി വിതറിക്കൊണ്ടാണ് ശ്യാം ആ കഥാപാത്രത്തെ ഭംഗിയാക്കിയത്. ഒരു പ്രത്യേക രീതിയിൽ ശ്യാമിൻ്റെ കഥാപാത്രം ജസ്റ്റ് റീഡിങ് എന്ന് പറയുന്നത് ഒരു ശൈലിയായി പോലും ക്യാമ്പസ് ഏറ്റെടുത്തേക്കാം. ഡയലോഗ് അടിച്ച് കയ്യടി വാങ്ങുന്ന വേറെ ചിലരുമുണ്ട് പ്രേമലുവിൽ. അതിലൊന്നാം സ്ഥാനം ഷമീർ ഖാൻ അവതരിപ്പിക്കുന്ന സുബിനാണ്. ചുരൽ സീരീസിലൂടെ ശ്രദ്ധേയനായ ഷമീറിൻ്റെ അതിരസകരമായ പ്രകടനമാണ് പ്രേമലുവിലുള്ളത്. ഉരുളക്കുപ്പേരി പോലെ നസ്ലിൻ്റെ ഡയലോഗുകൾക്ക് കിടിലൻ കൗണ്ടറുകൾ അടിച്ച് കയ്യടി നേടുന്ന അടുത്ത താരം സംഗീത് പ്രതാപാണ്. സ്പോട്ട് എഡിറ്ററായും അഭിനേതാവായും മലയാള സിനിമാ പരിസരത്തുള്ള സംഗീതിൻ്റെ കരിയർ ബെസ്റ്റാണ് അമൽ ഡേവിസ് എന്ന കഥാപാത്രം. പ്രേമിക്കുന്നവർക്ക് ഒരു കൈപ്പുസ്തകം തയ്യാറാക്കുകയാണെങ്കിൽ അക്കമിട്ട് പറയാൻ സാധിക്കും വിധമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അമൽ ഡേവിസ് സിനിമയിൽ കാച്ചുന്നത്. അധികം ഡയലോഗുകളില്ലെങ്കിലും ഉള്ള ഭാഗത്ത് കൂളായി സ്കോർ ചെയ്യുന്ന മീനാക്ഷിയുടെ വാണ്ടർലെസ് പലപ്പോഴും നല്ല ചിരിനിമിഷങ്ങൾ തിയേറ്ററിൽ സമ്മാനിക്കുന്നുണ്ട്. എന്നാൽ മാത്യുവിൻ്റെ തോമസ് എന്ന കഥാപാത്രത്തിന് കാര്യമായൊന്നും സിനിമയിൽ ചെയ്യാനില്ല. മാത്യുവിൻ്റെ സാന്നിധ്യം നൽകുന്ന ചെറു ചിരികൾ ഒഴിച്ചു നിർത്തിയാൽ തീർത്തും അപ്രസക്തമാണ് ആ കഥാപാത്രം. ചെറുപ്പക്കാരുടെ വൈബും കളറും കൃത്യമായി ഫ്രെയിമിൽ പകർത്തിയിട്ടുണ്ട് ഛായാഗ്രാഹകൻ അജ്മൽ സാബു. സിനിമയും കാണാം, ഹൈദരാബാദും കണ്ടുവരാം എന്ന ഫീലുണ്ട് സിനിമയുടെ ഫ്രെയിമുകൾക്ക്. അതുപോലെ സിനിമയുടെ മൂഡിനെ നിലനിർത്തുന്നതായിരുന്നു വിഷ്ണു വിജയ് ഒരുക്കിയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും. ഓരോ കഥാപാത്രങ്ങൾക്കും കൊടുക്കുന്ന ചില പ്രത്യേക BGMകൾ എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും മികച്ച ഏതായി അനുഭവപ്പെട്ടത് ശ്യാം മോഹൻ്റെ ആദി വരുമ്പോഴുള്ള സാക്സോഫോൺ പീസാണ്. ക്ലൈമാക്സിനോടനുബന്ധിച്ച് മീനാക്ഷിയുടെ കഥാപാത്രം പശ്ചാത്തലത്തിലൊരുക്കുന്ന സംഗീതവേദിയും തിയേറ്ററിൽ കൂട്ടച്ചിരി ഉയർത്തി. ആകാശ് ജോസഫ് വർഗീസാണ് ചിത്രത്തിൻ്റെ എഡിറ്റർ. പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ ഊഹിച്ചെടുക്കാവുന്ന കഥാസന്ദർഭങ്ങളെ രസകരമായ ഡയലോഗുകളിലൂടെ മികച്ചൊരു അനുഭവമാക്കുകയാണ് ഗിരീഷ് ഷെഡി എന്ന സംവിധായകൻ. തണ്ണീർമത്തൻ ദിനങ്ങളുടെ ടെംപ്ലേറ്റിൻ്റെ ആവർത്തനമാണെങ്കിൽ പോലും പ്രേക്ഷകരെ കഥ പറച്ചിലിൻ്റെ രസച്ചരടിൽ കൊരുത്തിടാൻ സംവിധായകന് കഴിയുന്നുണ്ട്. കിരൺ ജോസിക്കൊപ്പം
ഗിരീഷ് ഷെഡിയും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കഥാപാത്ര സൃഷ്ടിയിലും മേക്കിങ്ങിലും സൂപ്പർ സരണിയേക്കാൾ മികച്ചൊരു ഫീലാണ് പ്രേമലു സമ്മാനിക്കുന്നത്. അതികാൽപ്പനികതയുടെ മാറാപ്പുകളില്ലാതെ സ്വതന്ത്രമായി പാറിപ്പറക്കുന്ന പുതിയ കാലത്തെ പ്രേമത്തെ ആ ഫീലോടുകൂടി ഈ സിനിമയിൽ അനുഭവിക്കാം. ചുരുക്കി പറഞ്ഞാൽ പ്രേമലു ഒരു കേമലു സിനിമ തന്നെയാണ്.